ഇന്നൊരു പൊതിച്ചോറാണ് കേട്ടോ. ഇന്ന് ഞാൻ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ വിചാരിച്ച് ഇന്ന് ഉച്ചക്കത്തേക്ക് പൊതിച്ചോറ് ഉണ്ടാക്കുന്നു. പെട്ടെന്നൊരു കൊതി വന്നു. പിന്നെ കൊതി വന്നു കഴിഞ്ഞാൽ നമ്മളത് വെച്ചുകൊണ്ടിരുന്നിട്ട് കാര്യമില്ല. അപ്പോഴേ എന്തിനോടാണോ നമുക്ക് കൊതി വരുന്നത് അപ്പോഴേ ഉണ്ടാക്കി കഴിക്കുക. അതാണ് ഞാൻ. അങ്ങനെ ഞാൻ പൊതിച്ചോറ് റെഡിയാക്കി എടുത്തിട്ട് അത് പിന്നെ പൊതിഞ്ഞ് വെക്കേണ്ട. അതിനുവേണ്ടി വെളിയിൽ പോയി ഒരു വാഴയിലേക്ക് എടുത്തുകൊണ്ട് അതൊന്ന് വാട്ടി അതിൻ്റെ നടുവിലായിട്ട് വെള്ളച്ചോറും പിന്നെ സൈഡിലോട്ട് മുട്ടക്കോസ് തോരനും മാങ്ങാച്ചാറും പിന്നെ മാങ്ങ കൊണ്ടരച്ച നല്ല മാങ്ങാ ചമ്മന്തി അതിൻ്റെ നടുവിലോട്ട് വെച്ച് കൊടുത്തിട്ട് നമ്മുടെ മുട്ട പൊരിച്ചതും കൂടെ സൈഡിലോട്ട് വെച്ച് കൊടുക്കണം. എന്നിട്ട് ഇല നന്നായിട്ടൊന്ന് മടക്കിയെടുക്കണം. ഇങ്ങനെ ഇല മടക്കി എടുത്തൊരു 2 മണിക്കൂറൊക്കെ വെച്ചേക്കണം. എന്നാലേ ആ ഇലയുടെ മണം ഈ ചോറിലോട്ട് അങ്ങോട്ട് പിടിച്ച് കുറച്ച് കഴിയുമ്പോൾ ആ ഇല അങ്ങോട്ട് തുറന്നെടുക്കില്ല. അപ്പോൾ നല്ലൊരു മണം വരും. അങ്ങനെ ഞാനൊരു പേപ്പറൊക്കെ എടുത്തുകൊണ്ടൊന്ന് അതിലിങ്ങനെ ചുറ്റി കെട്ടി വെച്ച് ഒരു റബ്ബർ ബാൻഡൊക്കെ ഇട്ട് വെച്ചിട്ട് ഞാൻ 2 മണിക്കൂർ കഴിഞ്ഞിട്ട് ഇതെടുത്ത് തിന്നോളെന്ന് പറഞ്ഞിരുന്ന ഞാനാണ്. പക്ഷേ അരമണിക്കൂർ 1/4 മണിക്കൂർ കഴിഞ്ഞപ്പോൾ ഭയങ്കര വിശപ്പ് വന്നു. പിന്നെ ക്ഷമയില്ലായിരുന്നു മക്കളെ. അങ്ങനെ പിന്നെ ഞാൻ പെട്ടെന്ന് ചോറങ്ങെടുത്ത് കഴിക്കാൻ തുടങ്ങി. അടിപൊളി മക്കളെ, സൂപ്പർ മക്കളെ. കണ്ട ചോറ്, കുറച്ച് കടുമാങ്ങ, ഇത്തിരി ചമ്മന്തി, മുട്ടക്കോസ് തോരൻ, ഇതെല്ലാം കൂടെ അങ്ങോട്ട് വെച്ചിട്ട് ഇങ്ങനെ ഞെരടി ഇപ്പം തന്നെ നല്ല മണം കേട്ടോ. വാഴയിലൊക്കെ നല്ല അടിപൊളി മണമാണ്. എന്നിട്ട് ഇങ്ങനെ ഒരു പിടി അങ്ങോട്ട് പിടിക്കണം. എന്നിട്ടൊന്ന് കഴിക്കണം. നല്ല ടേസ്റ്റ് കേട്ടോ. മാങ്ങ ചമ്മന്തി സൂപ്പർ. കുറച്ച് മുട്ട അതിനിടുക. അടിപൊളി. സൂപ്പർ.